നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. 2 ദിവസമായി ചർച്ചകളിലുള്ളത് വേടൻ എന്ന് പറയുന്ന റാപ്പ് സിംഗറാണ്. ഈ വേടനെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനസമൂഹം ഇപ്പോൾ ഇത്രയധികം ക്രൈം ചെയ്തിട്ടും ഏറ്റെടുക്കുന്നത് എന്ന സംശയം ബാക്കിയാവുകയാണ്. നിങ്ങളൊക്കെ വിചാരിക്കും ഇത്രയധികം ക്രൈം ചെയ്തു എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് ക്രൈം എന്ന്. ഇപ്പോൾ കഞ്ചാവ്, അതും കഞ്ചാവ് 8 ഗ്രാം മാത്രമാണ് കയ്യിലുണ്ടായിരുന്നെന്ന വാദം ഉയർത്തിക്കൊണ്ട് പലരും ഇപ്പോൾ വേടന് വേണ്ടി വാദിക്കുന്നുണ്ട്. വേടന്റെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെടുത്തത്? വേടന്റെ ഫ്ലാറ്റിൽ വേടനും വേടന്റെ സുഹൃത്തുക്കളും ചേർന്ന് ഏതാണ്ട് 9ഓളം പേരുണ്ടായിരുന്നു. 8 പേരും വേടനും ചേർന്നാണ് ഇരുന്ന് കഞ്ചാവ് വലിക്കുന്ന സമയത്താണ് അവിടേക്ക് ചെന്ന പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് കിട്ടുന്ന വിവരം. അവിടെ നിന്നും അപ്പോൾ തന്നെ അവർ കണ്ടെടുത്തത് 9.5 ലക്ഷം രൂപയും അതുപോലെ തന്നെ ചില മഴു പോലുള്ള ആയുധങ്ങളുമാണ്. ഒരു സിംഗർക്ക് അയാളുടെ ഫ്ലാറ്റിൽ എങ്ങനെയാണ് ഈ മഴു പോലെയുള്ള ആയുധങ്ങൾ അടക്കമുള്ളവ വന്നത്? ആദ്യഘട്ടത്തിൽ ഇവയൊക്കെ കണ്ടെടുത്തു എന്ന് പറഞ്ഞെങ്കിലും പിന്നീട് ഇത് ഓൺലൈനിൽ വാങ്ങിച്ച ചില സാധനങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അങ്ങ് ലൈറ്റ് ആക്കാനുള്ളൊരു ശ്രമം ഉണ്ടായി. എന്നാൽ സോഷ്യൽ മീഡിയയിലെ ഇടതുപക്ഷ അനുകൂലികളെല്ലാം തന്നെ ജാതി പറഞ്ഞുകൊണ്ടും മറ്റ് ചില പ്രിവിലേജുകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും അല്ലെങ്കിൽ സംഘപരിവാറിന് എതിരായി വേടൻ സംസാരിക്കുന്നത് കൊണ്ടാണ് സംഘപരിവാരമാണ് ഇതിൻ്റെ പിറകിലെന്നൊക്കെ വരുത്തി തീർക്കാനുള്ള ശ്രമം തുടങ്ങി. കേരളത്തിലെ ഒരു പ്രത്യേക തരത്തിലുള്ള കാലാവസ്ഥയാണുള്ളത്. സംഘപരിവാർ എന്ന ഒരു വാചകം അതിനെതിരെ പറഞ്ഞു എന്ന് സ്ഥാപിച്ചാൽ എന്തു തോന്നിവാസവും കേരളത്തിൽ കാണിക്കാം, അല്ലെങ്കിൽ ഏത് കാര്യത്തെയും വെളുപ്പിച്ചെടുക്കാം എന്ന ചില ധാരണകളാണ് സോഷ്യൽ മീഡിയയിലുള്ളവർക്കുള്ളത്. നോക്കൂ, ഇവിടെ ആരാണ് വേടനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്? കേരളത്തിലെ പോലീസും കേരളത്തിലെ എക്സൈസ് സംഘവും കേരളത്തിലെ വനം വകുപ്പും ഒക്കെയാണ്. വേടന്റെ കഴുത്തിൽ ഒരു പുലിമാല കാണുന്നു. ആ പുലിമാലയുടെ ഉറവിടം തേടി ചെല്ലുമ്പോൾ അത് ശ്രീലങ്കൻ സ്വദേശിയായ ശ്രീലങ്കൻ പൗരനായിരുന്ന ഒരാൾ വേടന് നൽകിയതാണ് എന്ന് പറയുന്നു. എന്നാൽ പിന്നീട് പുറത്തു വരുമ്പോൾ വേടൻ രാഷ്ട്രീയ കാലാവസ്ഥയൊക്കെ മാറി വേടനെല്ലാം അനുകൂലമായി എന്ന് കാണുമ്പോൾ ഈ രഞ്ജിത്ത് കുമ്പടി എന്ന് പറയുന്ന വ്യവസായി അല്ലെങ്കിൽ ആ തനിക്ക് പുലിമാല തന്ന പുലിനഖം തന്ന ആളെ അറിയില്ല എന്ന വാദം വേടൻ ഉയർത്തുന്നു. ഇവിടെ ഏതൊക്കെ തരത്തിലുള്ള ക്രൈം വേടൻ ചെയ്തിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. കഞ്ചാവ് അടിക്കുന്ന, കഞ്ചാവ് ഉപയോഗിച്ചുകൊണ്ട് വേദിയിൽ വന്ന് സംഘപരിവാറിനെ ഏതെങ്കിലും തരത്തിൽ കുറ്റപ്പെടുത്തുന്നു എന്ന രീതിയിൽ 4 സെന്റൻസ് പറയുന്നത് കൊണ്ട് മാത്രം ഒരുപക്ഷെ വേടനെ ന്യായീകരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ജാതി വ്യവസ്ഥ നിലനിന്നു അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെ പ്രോത്സാഹിപ്പിക്കുന്നു എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ട് സവർണർ എന്ന് ആക്ഷേപിക്കുന്ന കേന്ദ്ര സർക്കാർ, ആ കേന്ദ്ര സർക്കാരാണ് ഇവിടെ ഒരു ദളിതനെ രാഷ്ട്രപതി സ്ഥാനത്തേക്ക് അയച്ചത്. അപ്പോ BJPയുടെ തലത്തിൽ നോക്കിയാൽ, BJPയുടെ എല്ലാ ഘടകങ്ങളിലും നോക്കിയാൽ ഏതൊക്കെ തരത്തിലുള്ള ജനങ്ങൾ BJPയോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് എന്നും ആർക്കൊക്കെയാണ് ഉന്നത സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നത് എന്നും നോക്കുമ്പോഴാണ് ഈ വൈരുദ്ധ്യം നമുക്ക് മനസ്സിലാവുക. കേരളത്തിലെ ദളിതനെ എന്നും ദളിതനായി നിലനിർത്തേണ്ടതും അത് പറഞ്ഞ് ആ സത്വം ആളിക്കത്തിച്ചുകൊണ്ട് വോട്ട് ബാങ്ക് ആക്കേണ്ടതും ഇടതുപക്ഷക്കാർക്കാണ്. യഥാർത്ഥത്തിൽ വേടനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ള ഇടതുപക്ഷ സർക്കാരാണ് ആ വേട്ടക്കാരനോടൊപ്പം വേട്ടക്കാരനെതിരായി നിൽക്കുന്നതും, അല്ലെങ്കിൽ സർക്കാർ വേട്ടക്കാരനാണെങ്കിൽ അതിന് എതിരായി നിൽക്കുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷക്കാർ തന്നെയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള ഉദ്ദേശം? കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നങ്ങളെ വഴിതിരിച്ചു വിടുക എന്നതിനപ്പുറത്തേക്ക് മറ്റു ലക്ഷ്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് അറിയാം. പിണറായി വിജയന്റെ മകളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇതെല്ലാം സംഘപരിവാറിന്റെ തലയിൽ വെച്ച് കെട്ടുക എന്ന ഉദ്ദേശം അല്ലെങ്കിൽ അത്തരം ചില ക്യാപ്സൂളുകൾ ഇറക്കലാണ് വേടനിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വേടന്റെ കാര്യം നോക്കിയാൽ നമുക്കറിയാം, വേടൻ കുറെ സെന്റൻസുകൾ പാട്ടുകളായി പാടുന്നുണ്ട്. ആ പാട്ടുകളാണ് എന്ന തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ചില വാചകങ്ങൾ അത് എവിടെ നിന്നെങ്കിലും ഏതെങ്കിലും ഒരു CPM ഫാക്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫാക്ടറിയിൽ നിന്നോ ലഭ്യമാകുന്ന ക്യാപ്സൂളുകളാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ വാക്കുകൾ അല്ലെങ്കിൽ ആരാണ് വേടന് ഈ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി കൊടുക്കുന്നത്? ആരാണ് ഇപ്പോൾ വേടനെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുള്ളത്? വേടനെ കേരളത്തിലെ സർക്കാർ അറസ്റ്റ് ചെയ്തുവെങ്കിൽ അതിനെതിരെ കേരളത്തിലെ ഇടതുപക്ഷം കേരളത്തിലെ സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല. സർക്കാരും കേരളത്തിലെ ഇടതുപക്ഷ അനുഭാവികളും തമ്മിലുള്ള ഒരു വലിയ അന്തർധാര സജീവമായതിൻ്റെയും വേടനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിലൂടെ നാളെ വീണ വിജയനും പിണറായി വിജയനും ഒക്കെ പ്രതിരോധത്തിലാകുമ്പോൾ ഇത് സംഘപരിവാറിന്റെ തലയിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാൻ താൻ കാണിച്ച അഴിമതിക്ക്
തന്റെ മകൾ കാണിച്ച അഴിമതിക്ക്, തന്റെ മകൾ കള്ളപ്പണം വെളുപ്പിച്ചതിന് അറസ്റ്റിലാകുമ്പോൾ രക്തസാക്ഷി പരിരക്ഷ കിട്ടാനാണ് ഇവിടെ ഇപ്പോൾ വേടനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഞ്ചാവ് ഉപയോഗിക്കുന്നത് കുറ്റം തന്നെയാണ്. ആ കുറ്റം ചെയ്ത വേടനെ തിരുത്താനുള്ള അവസരം വേണമെന്ന ആവശ്യമാണ് സോഷ്യൽ മീഡിയ വെക്കുന്നത്. എന്നാൽ ആ അവസരം അല്ലെങ്കിൽ ഇത്തരം വാദഗതികൾ ഷൈൻ ടോം ചാക്കോ വളരെ നല്ലൊരു നടനാണ്, നമുക്കറിയാം. ശ്രീനാഥ് ഭാസി നല്ല നടനാണ്. അവർക്കാർക്കും കിട്ടാത്ത എന്ത് പ്രിവിലേജാണ്, തിരുത്താനുള്ള അവസരമാണ് വേടന് നൽകേണ്ടത്. ക്രിമിനൽ കുറ്റം ചെയ്യുന്നവൻ ക്രിമിനലാണ്. അത് ദളിതനായാലും ബ്രാഹ്മണനായാലും ക്രിമിനൽ വാസനയുള്ളവൻ ക്രിമിനലുകൾ തന്നെയാണ്. നാളെ രാഹുൽ ഈശ്വർ ഇത് ചെയ്താലും അതിനെതിരെ ആദ്യം പ്രതികരിക്കാൻ ഞാൻ തന്നെയാകും. അല്ലെങ്കിൽ രാഹുൽ ഈശ്വർ ബ്രാഹ്മണനായതുകൊണ്ട് അയാൾ കഞ്ചാവ് അടിച്ചോട്ടെ എന്നും വേടൻ ദളിതനായതുകൊണ്ട് കഞ്ചാവ് അടിച്ചോട്ടെ എന്നും ചിന്തിക്കാൻ കഴിയില്ല. കാരണം ദളിതൻ എന്നും ദളിതനായി നിൽക്കേണ്ടതും ദളിതൻ ഒരിക്കലും രക്ഷപ്പെടാതിരിക്കേണ്ടതും ഇങ്ങനെ കള്ളിന്റെയും കഞ്ചാവിന്റെയും ഒക്കെ മറ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കേണ്ടതും ഇത്തരത്തിലുള്ള ഒരു ജാതി സമവാക്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗ വിവേചനം ഉണ്ട് എന്ന് വരുത്തി തീർക്കേണ്ടതും കേരളത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക്, ഇന്ത്യയിൽ ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ അതിന്റെ ആവശ്യമുള്ളൂ. അത്തരം വോട്ട് ബാങ്കുകളെ നിലനിർത്താൻ, അത്തരത്തിലുള്ള ജനങ്ങളെ നിലനിർത്തേണ്ട ആവശ്യം കേരളത്തിലെ ഇടതുപക്ഷത്തിന് മാത്രമാണ്. അതുകൊണ്ടാണ് വേടൻ കഞ്ചാവ് അടിക്കുന്നെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. വേടന് തിരുത്താനുള്ള അവസരം കൊടുക്കരുത് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ വേടൻ ആരാണ് ഇത്തരത്തിലുള്ള ക്യാപ്സൂളുകൾ നൽകുന്നത്? വേടന്റെ പാട്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ വന്ന് പറയുന്ന പല കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം വേടൻ പറയുന്നത് കേട്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേടൻ ഇത്തരം കാര്യങ്ങൾ വന്ന് പറയുന്നത്? കുട്ടികളെ സ്വാധീനിക്കുന്നു എന്ന് പറയുന്നു. ഇത്തരമൊരു സ്വാധീനമായിരുന്നു തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബറും ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ പൊതുസമൂഹത്തിൽ തൊപ്പി എന്ന് പറയുന്ന ഒരു യൂട്യൂബർ കുട്ടികളുടെ ആശ്രയ കേന്ദ്രമായിരുന്നു. ഇന്ന് തൊപ്പിയുടെ അവസ്ഥ എന്താണ്? അതുപോലെ തന്നെയാണ് വേടന്റെ അവസ്ഥ. ഈ വേടന മാത്രമാണ് ലോകത്ത് ആദ്യമായി പ്രതികൂല സാഹചര്യങ്ങൾ ഉയർന്നു വന്ന ഒരേ ഒരു ദളിതനെന്ന് വായിച്ചെടുക്കാൻ അല്ലെങ്കിൽ പറഞ്ഞു വെക്കാനുള്ള ശ്രമമാണ് പലരും നടത്തുന്നത്. എന്നാൽ അതല്ല സത്യം. നമുക്കറിയാം BR അംബേദ്കറെ പോലുള്ള മഹാപ്രതിഭകൾ ഇവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ കുട്ടികളുടെ മുന്നിലേക്ക് നമ്മൾ ഉയർത്തി കാണിക്കേണ്ടത് അത്തരം വ്യക്തിത്വങ്ങളെയാണ്. നമുക്കറിയാം ദ്രൗപദി മുർമു ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തെത്തിയ വനിതയാണ്. നിങ്ങൾ ചൂണ്ടിക്കാണിക്കേണ്ടത് അത്തരം സാഹചര്യങ്ങളിൽ, പ്രതികൂല സാഹചര്യങ്ങളിൽ ഉയർന്നു വന്ന മാന്യമായി ജീവിക്കുന്ന, ആവശ്യമില്ലാത്ത ക്രിമിനൽ വാസനകളിൽ പെടാത്ത, ഒരു കുറ്റവും ചെയ്യാത്ത അത്തരത്തിലുള്ള ആൾക്കാരാണ്. വേടന് നന്നാകാനുള്ള അവസരം ഉണ്ടാകുമെങ്കിൽ അത് ഉണ്ടാകുന്നതിനെ ഞാൻ എതിർക്കുന്നില്ല. പക്ഷേ വേടനെ വേടനായി തന്നെ നിലനിർത്താനാണ് ഇത്തരം ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ള വേടനെ ഇത്തരത്തിൽ സാമൂഹ്യദ്രോഹികൾ, നമ്മൾ പറഞ്ഞല്ലോ പ്രതിഭ എന്ന് പറയുന്ന ഒരു MLA പറ്റി നമ്മൾ പറഞ്ഞു. പ്രതിഭയുടെ മകൻ കഞ്ചാവ് അടിച്ചു, വിഷ്ണുപുരം ചന്ദ്രശേഖരന്റെ മകനും കഞ്ചാവ് അടിച്ചു. പക്ഷേ അവിടെ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ കാട്ടിയ മാതൃക തന്റെ മകന് പറ്റിയ തെറ്റ് തുറന്നു പറഞ്ഞുകൊണ്ട് അയാളെ രക്ഷിക്കാനുള്ള അവസരം അല്ലെങ്കിൽ അയാളെ നന്നാക്കാനുള്ള ഒരു അവസരം കൊടുത്തു എന്നുള്ളതാണ്. നേരെ മറിച്ച് പ്രതിഭയോ തന്റെ മകൻ അത് ചെയ്തിട്ടില്ല എന്ന് വിശദീകരിച്ച് മകനെ ഒരു കൊടും ക്രിമിനലാക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വേടനെയും. ഇത്രയും ക്രിമിനൽ കാര്യങ്ങൾ ചെയ്ത വേടനെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് വേടനെ ഇല്ലാതാക്കുകയാണ്. അപ്പോൾ ഈ വേടൻ എന്ന് പറയുന്ന ആളുടെ പാട്ടുകളോട് ആസക്തിയുള്ള ആളോ അല്ലെങ്കിൽ അയാൾ പറയുന്നത് പാട്ടാണോ എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. അദ്ദേഹം എന്ത് പാട്ടാണ് പാടുന്നതെന്നുള്ള അഭിപ്രായവും എനിക്കില്ല. കേരളത്തിൽ സംഗീത രംഗത്ത് വന്നിട്ടുള്ള പല ആൾക്കാർ, നമുക്കറിയാം അംഗവൈകല്യമുള്ളവർ, അത്തരത്തിലുള്ള നിരവധി പേർ സംഗീത രംഗത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. പല രീതിയിലും ഉയർന്നു വന്നിട്ടുണ്ട്. രാഷ്ട്രീയത്തിലാണെങ്കിലും സാംസ്കാരികപരമായ കാര്യങ്ങളിലാണെങ്കിലും. എന്തുകൊണ്ടാണ് വേടന്മാർ സംസാരിക്കേണ്ടി വരുന്നത്? കേരളത്തിലെ സാംസ്കാരിക ഉന്നമനത്തിലുണ്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാംസ്കാരിക രംഗത്ത് പ്രശസ്തരായിട്ടുള്ള ചില ആൾക്കാർ അവർ വാ തുറക്കാതിരിക്കുന്നത് കൊണ്ടാണ് വേടനെ പോലുള്ള ആൾക്കാർ കേരളീയ പൊതുസമൂഹത്തിന് മാതൃകയാണെന്ന രീതിയിലുള്ള സംസാരങ്ങൾ സംസാരിക്കുന്നതും ചിലർ അതിനെ വാഴ്ത്തിപ്പാടുന്നു. കഴിഞ്ഞ ദിവസം വേടൻ പറയുന്നു സിനിമ ചെയ്താൽ ED വരും എന്ന് പറയുന്നു. അങ്ങനെ ED ഒന്നും ഓടി വരുന്ന കാര്യമല്ല. ED ഒക്കെ വരണമെങ്കിൽ ഇപ്പോൾ പൃഥ്വിരാജിന്റെ കേസിൽ, എമ്പുരാന്റെ കേസിൽ വന്നു എന്ന് പറയുമ്പോൾ 2 വർഷങ്ങൾക്ക് മുമ്പ് പൃഥ്വിരാജിന്റെ വീടടക്കം സീൽ ചെയ്ത സാഹചര്യമുണ്ട്. ആ 2 വർഷത്തിന് മുമ്പ് നടന്ന കേസിന്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം രാവിലെ ഇരുന്ന് ഫോൺ ചെയ്താൽ വരുന്ന ഒരു ഏജൻസിയല്ല ED എന്ന് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ തീർച്ചയായും വേടൻ പറയുന്ന രാഷ്ട്രീയമല്ല, വേടന് നൽകപ്പെടുന്ന ക്യാപ്സൂളുകളാണ്, ആരോ എവിടെ നിന്നോ ഉണ്ടാക്കുന്ന ക്യാപ്സൂളുകളാണ് വേടൻ പാട്ടെന്ന രീതിയിൽ പറയുന്നത്. ഇവിടെ വേടനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതും അത്തരം ക്യാപ്സൂൾ ഇറക്കുന്ന ടീമുകളാണെന്ന കാര്യത്തിൽ സംശയമില്ല.